ഹായ് ഡിയേഴ്സ്. അപ്പൊ നമുക്ക് ഒരു അവൽ റെസിപ്പിക്ക് വേണ്ടത് നൈസ് ആയിട്ടുള്ള അവിലാണ്, മട്ടയുടെ അവിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുപോലെ ഇടിച്ച് ചേർത്തിട്ടുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നട്ട്സ്, ആവശ്യമുള്ള നട്ട്സുകൾ നമുക്ക് എന്തും ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് കശുവണ്ടിയും മുന്തിരിയും ഒക്കെയാണ്. അതുപോലെ ഈന്തപ്പഴം, അതും ചെറുതായി അരിഞ്ഞിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഉരുകിയിട്ട് അതിനുശേഷം നട്ട്സും ഈന്തപ്പഴവും ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു വലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുകി വരുമ്പോഴാണ് അവല് ചേർത്ത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അവല് ചേർത്ത് ഇളക്കി പതുക്കെ പതുക്കെ നമ്മൾ യോജിപ്പിച്ച് അതിനോട് ചേർത്ത് യോജിപ്പിച്ച് ഒരു 10 മിനിറ്റോളം നമ്മൾ ഇളക്കുമ്പോഴാണ് അത് നല്ല രീതിയിൽ വിടർന്ന് വരുള്ളൂ. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലേക്ക് മാറി കഴിയുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും ആ ഒരു 10 മിനിറ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്ചറിലേക്ക് അത് മാറും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള അവിൽ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ. നമുക്ക് ഹോസ്റ്റലിലേക്കും കുട്ടികൾക്കും അതുപോലെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് നാള് വീട്ടിലെടുത്ത് വെക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ.